കാത്തിരുന്ന ദിവസം, കാത്തിരുന്ന ആ മണിക്കൂർ അല്ലെങ്കിൽ ആ മിനിറ്റുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ആദ്യ സൂചനകൾ നമുക്ക് ലഭിച്ചു തുടങ്ങും. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത്, ഇപ്പോൾ ഇന്ന് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈ അന്തംഗം ഈ അടിമകളെ എന്ത് പറഞ്ഞിട്ടാണ് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. സഖാക്കളെ, നിങ്ങൾ തോറ്റിരിക്കുന്നു. പിണറായി വിജയന് മൂന്നാം ഊഴമില്ല. പിണറായി വിജയൻ ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല. നിങ്ങൾ അടിമകൾ തോറ്റിരിക്കുന്നു. നിങ്ങളെ ജനം അടിച്ച് മൂലക്കിരുത്തിയിരുന്നു എന്ന് ഈ അടിമകളോട് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മനസ്സിലായില്ലേ? കാരണം വേറെ ഒന്നുമല്ല. ഞാനിപ്പോൾ ഇന്നലെ കെ ശൈലജ, പേരാവൂരിലെ സ്ഥാനാർത്ഥി കെ ശൈലജ, അതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതുപോലെ ഇവരുടെ LDF കൺവീനർ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ, അങ്ങനെ ഇവരുടെ പ്രധാനപ്പെട്ട ചില ആളുകളുടെയൊക്കെ പ്രതികരണങ്ങൾ ഇങ്ങനെ കാണുകയായിരുന്നു. അപ്പോൾ ആ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഓർത്തത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഗോവിന്ദനും ശൈലജയും TP രാമകൃഷ്ണനും ഈ അടങ്ങുന്ന ഈ കൃമികീടങ്ങൾ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രതികരണ. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2025 ഡിസംബർ 13 റിസൾട്ട് വന്നപ്പോൾ ഈ കൃമികീടങ്ങൾ പറഞ്ഞത് ഞങ്ങൾ എവിടെയും തോറ്റിട്ടില്ല എന്നാ. ഞങ്ങൾ എവിടെയും തോറ്റിട്ടില്ല എന്നാണ് ആ റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഇന്നിപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും, ഒരു 10-12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം കൗണ്ടിങ് ഒക്കെ കഴിയും. പഴയ പോലെ ബാലറ്റിലെ പേപ്പർ എണ്ണൊന്നുമല്ലല്ലോ. ഇപ്പോൾ മെഷീനിൽ നിന്ന് പെട്ടെന്ന് പെട്ട പരിപാടികൾ തീരും. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും മാക്സിമം എന്തെങ്കിലും ഇനിയിപ്പോൾ ഈ മെഷീനുകളുടെ തകരാറോ അല്ലെങ്കിൽ മറ്റ് റീകൗണ്ടിങ് ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ച് വൈകുള്ളൂ. ഏകദേശം ഒരു 99% മണ്ഡലങ്ങളിലും ഈ പറയുന്ന ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും തീരും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇത് കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ ഈ പ്രഖ്യാപനം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അടിമകളെ നിങ്ങൾ തോറ്റു, നിങ്ങൾക്കിനി ഭരണമില്ല, നിങ്ങൾ കേരളത്തിൻ്റെ അധികാരത്തിലില്ല, സർക്കാർ നിങ്ങളുടേതല്ല, UDF സർക്കാർ വരാൻ പോകുന്നു, വിത്തിൻ അവേഴ്സ് UDF സർക്കാർ വരും. ഈ കാര്യങ്ങൾ, ഈ കൃമികീടങ്ങളെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം അതിന് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ വടകരയിൽ നിന്ന് ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്, വടകരയിൽ നിന്ന് കെ ശൈലജ ഷാഫി പറമ്പിലിനോട് 1,15,575 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ 8 നിലയിൽ പൊട്ടി. 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി അത് ശൈലജയുടേതായിരുന്നു. അപ്പോൾ ഷാഫിക്ക് മുമ്പിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തോൽവി നേരിടേണ്ടി വന്ന ശൈലജ ആ 2024 കഴിഞ്ഞ് 2025 പറഞ്ഞുകൊണ്ട് നടന്നത് ഞാനാണ് വടകരയുടെ MP എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും നമ്മളത് കണ്ടു, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഈ പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് വലിയ ഒരു നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഇവറ്റകളെ ഇതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും ഒന്ന് അറിയുമെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. ഇപ്പം നിങ്ങൾ ഇനിയിപ്പോൾ വേറൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ഇതേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ല നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്ക്. മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരെണ്ണം പോലും പ്രതിപക്ഷത്തിരിക്കാൻ ഒരെണ്ണം പോലും ഇല്ല. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും UDF അംഗങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് അരമണിക്കൂർ കഴിയുമ്പോൾ വരുന്ന റിസൾട്ടിൽ മലപ്പുറത്ത് 16-ൽ 16 UDF നേടും. ഈ 16-ൽ 16 നേടുമ്പോഴും ഈ അടിമകളോട് അടിമകളെ നിങ്ങൾ തോറ്റിരിക്കുന്നു എന്ന് എങ്ങനെ ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. മനസ്സിലായില്ലേ? ഇതെങ്ങനെ ഇവറ്റകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്താണ് ഇവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം? കാരണം ഇപ്പം നമ്മൾ സ്കൂളുകളിലൊക്കെ ഈ പറയുന്ന
LKG, UKG, ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഒന്നാം ക്ലാസ്സിലൊക്കെ വരുന്ന കുട്ടികൾക്ക് അവരെ പഠിപ്പിക്കുന്നതും അവരെ കൈകാര്യം ചെയ്യുന്നതൊക്കെ ആ സ്കൂളിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള, നല്ല കാപ്പബിലിറ്റിയുള്ള നല്ല അധ്യാപകരായിരിക്കും. ബാക്കിയുള്ളവർ മോശമാണെന്നല്ല. കാരണം ആ ചെറിയ പിള്ളേരെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ, അതിനൊരു പ്രത്യേക കഴിവ് വേണം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ അധ്യാപകരായിരിക്കും. അപ്പോൾ എനിക്ക് അറിയില്ല എന്താണെങ്കിലും ഈ അടിമകളെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്കാർക്കെങ്കിലും അറിയെങ്കിൽ അതിനുള്ളൊരു വഴി ഒന്ന് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ വലിയ ധർമ്മസങ്കടത്തിലാണ്. കാരണം ഇന്നും വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ UDF അധികാരത്തിൽ വരുന്നു, സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു. അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുമ്പോഴും ഈ അടിമകളെ നിങ്ങൾ തോൽപ്പിക്കാനല്ല ബുദ്ധിമുട്ട്, ഇവറ്റകളെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇവറ്റകളെ പരാജയപ്പെട്ട ഇവറ്റകളോട് അടിമകളെ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ഇവറ്റകളോട് പറഞ്ഞ് അവറ്റകളതൊന്ന് സമ്മതിച്ച് കിട്ടാനാണ് വലിയ പാട്. മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അടിമകളുടെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എനിക്കൊരു ഇപ്പം മണിക്കൂറുകളേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ട് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? ഇതിൻ്റെ ആദ്യ ഘട്ടങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പോൾ 8 മണി ആകുന്നതോടുകൂടി ആദ്യത്തെ ചില സൂചനകൾ മാത്രം വന്നു തുടങ്ങും. എന്തായാലും ഉച്ചയാകുന്നതോടുകൂടി കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാകും അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഈ ഉച്ച കഴിഞ്ഞാൽ ഇറ്റങ്ങൾ പിന്നെയും പറയും ഞങ്ങൾ തോറ്റിട്ടില്ല, നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാം, പക്ഷേ അവസാനം തോൽക്കുന്നത് നിങ്ങളായിരിക്കും എന്നൊക്കെ പല രീതിയിലുള്ള ഡയലോഗുകളും വരും. അപ്പോൾ ഈ അടിമകളെ നിങ്ങൾ തോറ്റു എന്ന് എങ്ങനെ ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം ഇതൊക്കെ നമ്മളെ മുൻകാല അനുഭവങ്ങളാണ്. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞിട്ട് 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കിയിട്ടും തോറ്റ ആൾ പോലും എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ തോറ്റതായിട്ട് പ്രഖ്യാപിച്ച ശൈലജയെ പോലെയുള്ള ആളുകൾ പോലും ഇല്ല, ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഇപ്പം ഇന്നലെ ഈ ശൈലജയുടെ ഒരു പ്രതികരണം ഞാൻ കേട്ടു പേരാവൂരിൽ നിന്ന്. അതുപോലെ കോവിന്ദൻ്റെ ഒരു പ്രതികരണമൊക്കെ കേട്ടു. കോവിന്ദനൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞ വാക്കുകളൊക്കെ എനിക്കിങ്ങനെ കാതിലിങ്ങനെ മുഴങ്ങുക. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും, ഇവറ്റുകളെ എന്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ അങ്ങനെയുണ്ടല്ലോ. ഇപ്പം ഇപ്പോൾ പുതിയ ചില സിസ്റ്റങ്ങളൊക്കെ വരുന്ന കണ്ടില്ലേ നിങ്ങൾ? സ്കൂളുകളിൽ കൂടുതൽ പറഞ്ഞ് പഠിപ്പിക്കുന്നതിലും കൂടുതൽ പ്രാക്ടിക്കൽ മെത്തേഡിലേക്ക് കടന്നിരിക്കുന്നു കാര്യങ്ങൾ. അതുപോലെ നമ്മൾ വൈകുന്നേരം നടക്കുന്ന, കേരളത്തിലുടനീളം അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഈ വിജയാഘോഷങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ആ വിജയാഘോഷങ്ങൾ കാണുമ്പോൾ എങ്കിലും ചിലപ്പോൾ ഇറ്റങ്ങൾ തിരിച്ചറിയായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കുക. അതും ഉറപ്പൊന്നുമില്ല കേട്ടോ. കാരണം ചിലപ്പോൾ അത് കണ്ടാലും ഇവറ്റുകൾ പറയും ഇല്ല, അത് പിണറായി വിജയൻ അധികാരത്തിലേക്ക് വന്നതിൻ്റെ ആഘോഷമാണ് നടക്കുന്നത് എന്ന് ചിലപ്പോൾ ഇറ്റങ്ങൾ പറയും. അതുകൊണ്ട് എന്താണ് വഴി എന്നുള്ളത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇപ്പം നാളെ കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അപ്പോഴും ഇല്ല, അത് വിജയൻ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നുള്ളത് വിറ്റകൾ പറയോ എന്നുള്ളതും എനിക്കറിയില്ല. എന്താണെങ്കിലും എന്താണൊരു വഴി എന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇനി നിങ്ങൾക്കാർക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരി, അല്ലാതെ അപ്പം ഞാനെന്ത് പറയാനാ? മനസ്സിലായില്ലേ? അപ്പോൾ ഈ അടിമകളെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവറ്റകളെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് വെരി സിമ്പിൾ, ഈസി, സില്ലി മാറ്ററാണ്. പക്ഷേ ഇവറ്റകൾ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു അടിമകളെ എന്ന് ഇവറ്റകളെ അന്തം കമ്മികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു വഴിയുമില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിട്ട് എനിക്കൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. ഇനി നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഒരു പോംവഴി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു തരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.